ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒരുപാട് ഡ്രാമാസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വ്യൂസ് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. നല്ല ഡ്രാമാസ് ആണെങ്കിൽ പോലും അതിന് വ്യൂസ് കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളായിട്ട് എന്തെങ്കിലും സീരീസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ സീരീസ് കുറേ പേര് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഡ്രാമയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് സീരീസ് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഞാൻ പൊതുവേ പറയാറില്ലാത്തതും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാണ്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്കും കൂടെ റെക്കമെൻഡ് ആവത്തുള്ളൂ. എന്നാലേ വളരത്തുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ചെയ്യുവാണെങ്കിൽ സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് യോഹാൻ യോൺഷിക്കിന്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് കത്തിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ യോൺഷിക്ക് തേജുങ്ങിനെ കോണ്ടാക്ട് ചെയ്തപ്പം തേജുങ് പറഞ്ഞത് സോളിലേക്ക് വരാനും അവിടെ വെച്ച് കാണാമെന്നുമാണ്. കേട്ടതും യൂൻബി പോവാൻ റെഡിയാവുന്നുണ്ട്. പക്ഷെ അച്ഛനൊരു പേടി, സ്വന്തം മോളല്ലേ, നീ ഇവിടെ നിന്നോന്ന് പറഞ്ഞു തീർക്കുമ്പോഴേക്കും 2-3 പോലീസുകാർ വന്നിട്ട് യൂൺഷിക്കിനെ അറസ്റ്റ് ചെയ്യുവാണ്. അതും ഒരുമാതിരി കൊടും കുറ്റവാളിനെ പിടിക്കുന്ന കണക്ക് കാറിലേക്കൊക്കെ ചേർത്ത് പിടിച്ചിട്ട്. യോഹാൻ അസംബ്ലിമാനായിട്ടുള്ള ദോക്യോങ്ങിന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസ് യോൺഷിക്കിന്റെ മേലെയാണ് കെട്ടിവെച്ചേക്കുന്നത്. അതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് ഗാർഡിന് പോലും അത് മനസ്സിലാവുന്നത്. ഡിറ്റക്റ്റീവ് ഹാപ്പിയാണ്, യോഹാൻ പറയുന്നതാണ് കണല്ലോ ചെയ്യുന്നത്. അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യൂൻബി അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, ഗാർഡ് ഒച്ചയെടുക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്നില്ല. തേജു ഇങ്ങനെ നടന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അത്രത്തോളം ക്യാമറാസ് ഈ ഒരു ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അസംബ്ലിമാനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് തേജുങ്ങും കാണുന്നുണ്ട്. അവൻ എങ്ങനെ ഉണ്ടാവും? യോൺഷിക്കിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം താൻ ഇന്നേവരെ അസംബ്ലിമാനെ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി യോൺഷിക്ക് അസംബ്ലിമാനെ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ യൂൻബി ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാർ അങ്ങനെ കടത്തിവിടത്തില്ലല്ലോ. ഇവിടെ DNA ടെസ്റ്റ് എടുത്ത് ഫോറൻസിക് യോൺഷിക്കിന്റെ വീട്ടിലൊക്കെ പോയി അതിനുശേഷമുള്ള റിസൾട്ടൊക്കെ വരുന്നുണ്ട്. യോൺഷിക്കിന്റെ വീട്ടില് അസംബ്ലിമാന്റെ DNAയും അസംബ്ലിമാന്റെ വീട്ടില് യോൺഷിക്കിന്റെ DNA ഉണ്ട്. യോഹാനാണ് ഫ്രെയിം ചെയ്തത്. പക്കയായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. യോൺഷിക്കിന്റെ ലോയർ വരെ പറയുന്നുണ്ട് തന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല, വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ. പക്ഷെ യോൺഷിക്കിന്റെ ടെൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂൻബിന്റെ കാര്യത്തിലാണ്. അവളെ ഡേഞ്ചറിലാണ് എന്ന് ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല അവളെ കിടന്ന് ഒച്ചയെടുക്കുന്നതിന് ടേബിളിലോട് ചേർത്തൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ലോക്കപ്പില് രാത്രി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡിറ്റക്റ്റീവ് വന്നിട്ട് അവിടെ ഇരിക്കുന്ന പോലീസിന്റെ അടുത്ത് ഇയാള് മാത്രമല്ല ഇയാളുടെ മോളായിട്ടുള്ള യൂൻബിയും കുറ്റക്കാരിയാണെന്നൊക്കെ പറയുന്നു. യൂൻബിനെയും കൂടെ ഇതിൽ പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ യോൺഷിക്കിനെ സഹിക്കോ? അവൾ ഇന്നസെന്റ് ആണ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവര് അവളെ അറസ്റ്റ് ചെയ്യാൻ പോകാനുള്ള നിപ്പാണ്. എന്റെ മോളുടെ ദേഹത്ത് ഒരു വിരലെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നീ അതിനെ തിരിച്ച് പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഡിറ്റക്റ്റീവിനെ ദേഷ്യം വരുമ്പം സോറി സാർ, സോറി, അവളെ വിട്ടേക്ക്, അവൾ ഇന്നസെന്റ് ആണ്, പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ രണ്ടും ഇന്നസെന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദാ നോക്ക്, അവക്കെതിരെ എവിഡൻസ് ഉണ്ട്. ഇനി അവളെ നീ വെറുതെ വരണമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ കൺഫ്യൂസ് ചെയ്യ്, അപ്പൊ വെറുതെ വിട്ടേക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടോടന്ന് പോവാണ്. യോൺഷിക്ക് ഇവിടെ കിടന്ന് ഒച്ചയെടുത്ത് അലറി വിളിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചാടി ഇരിക്കുന്നുണ്ട്. ന്യൂസ് കണ്ട തേജുങ് നേരെ യോൺഷിക്കിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. യൂൻബി അവിടെ ഉണ്ടോ നോക്കിയിട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോയി നോക്കുന്നുണ്ട്. പക്ഷെ യൂൻബിനെ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു ക്യാമറ ഉള്ളതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതെടുത്ത് എറിഞ്ഞ നല്ല ദേഷ്യത്തില് ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന സമയത്താണ് പുറത്ത് ആരും ഉള്ളതായിട്ട് സൗണ്ട് കേൾക്കുന്നത്. പോയി നോക്കുമ്പോ യൂൻബിയാണ്. യോൺഷിക്ക കൊലപാതകയാണെന്ന് അറിഞ്ഞിട്ട് അവിടെ കുറെ ജനങ്ങൾ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് യൂൻബി അത് മായ്ക്കുന്നതാണ് കാണുന്നത്. അവളെ കണ്ട തേജുങ്ങിന് നല്ല സമാധാനാവുന്നുണ്ട്. അവൾ അവനെ കാണുമ്പം സമാധാനാവുന്നുണ്ട്. അത് കണക്ക് പൊട്ടി പൊട്ടി കരയുകയും ചെയ്യുന്നു. അവളെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് യോൺഷിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്നുള്ള രീതിക്ക് പറയുമ്പം അത് എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവരോ ആരും വിശ്വസിക്കൂല. അച്ഛൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്തിനാണ് കുറ്റം ഏറ്റെടുക്കുന്നത്? അതൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? ഒരിക്കലെങ്കിലും തിരിച്ച് ഫൈറ്റ് ചെയ്തൂടെ എന്നും പറഞ്ഞ് അവക്ക് അതിനാണ് വിഷമം. അവക്കറിയാം പണ്ട് അമ്മേന്റെ കാര്യത്തിലാണെങ്കിലും അച്ഛൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലാന്ന്. അപ്പൊ പോലും ഒരു മറുവാക്ക് പോലും പറയാതെ ആ കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇല്ലാത്തൊരു കേസ് വന്നിട്ടും അതേപോലെ കുറ്റം ഏറ്റെടുക്കാണല്ലോ ചെയ്യുന്നേന്നുള്ള ഒരു വിഷമാണ് അവക്ക്. അതൊന്ന് ട്രൈ പോലും ചെയ്യുന്നില്ല. ഇതൊക്കെ നടന്നത് ഞാൻ കാരണമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ശരിയാക്കിക്കോളാം, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞ തേജുങ് അവിടുന്ന് പോകുന്നുണ്ട്. പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കുത്തിയിരുന്ന് കരയുന്നു. തേജുങ്ങിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ അവളെ മൈൻഡ് ആക്കാതെ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. അവൾ അങ്ങനെ കരയുന്ന കാണിച്ച് ഇവിടെ ഒരു സ്റ്റാച്ചുവും കരയുന്ന കണക്ക് അതിന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടി കണക്ക് ഒരുമാതിരി വിചിത്രമായിട്ടുള്ള പുതിയ സ്കൾപ്ചർ
യോഹാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 100ാമത്തെ ശിലയാണ് എന്നുള്ളതാണ് നമ്മളെ ഷോക്കാക്കുന്ന കാര്യം. യോഹാൻ ഇങ്ങനെ ശില ഉണ്ടാക്കുന്നത് ഓരോരുത്തരെ വിക്ടിം ആക്കുമ്പോഴാണ്. അങ്ങനെ നോക്കിയാല് ഇത് യോഹാന്റെ 100ാമത്തെ വിക്ടിം. ആയ വന്നിട്ട് ഇത് സൂപ്പറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുകഴ്ത്തൽ കയറിയും. യോഹാൻ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന്. ഈ ശില വെച്ചിട്ട് ഒരു ഓപ്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതില് താൻ തന്നെ ഇത് മേടിക്കാൻ പോവാണെന്നും എല്ലാവർക്കും ഒന്നും ഇതിന്റെ ട്രൂ ആയിട്ടുള്ള വാല്യൂ മനസ്സിലാവൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിക്കാണ് ആയ സംസാരിക്കുന്നത്. മരിക്കുമ്പോ പോലും ആ സ്കൾപ്ചർ പുള്ളിക്കാരിന്റെ കൂടെ വെക്കണം പോലും. മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന കാണുമ്പം ഒരു പ്രത്യേക സന്തോഷാണ്. പാവ പോലെ നമ്മൾ അവരെ ആട്ടി വെക്കുമ്പം തന്റെ വിധി മറ്റൊരാളുടെ കയ്യിലാണല്ലോ എന്ന് ആലോചിച്ച് അവര് വേദനപ്പെടുന്നത് കാണാൻ അത്രത്തോളം രസമാണ്. ആ സുഖത്തിനെ കമ്പയർ ചെയ്യാൻ പോലും ഒന്നുമില്ലാന്നൊക്കെയാണ് യോഹാൻ പറയുന്നത്. തേജുവിന് അറിയാം അവസാനം ആരെ വിളിക്കണമെന്ന്. യോഹാനെ വിളിച്ചിട്ട് എന്തിനാ ഈ പണിയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം, നീ എന്താ വിളിക്കാൻ ഇത്ര താമസിച്ചത്? നിനക്ക് വേണ്ടിയിട്ടാ ഞാനിതൊക്കെ ചെയ്തത്, നിന്റെ അറ്റൻഷൻ കിട്ടാൻ. അതിന് നിനക്ക് എൻ്റെ അടുത്തല്ലേ പ്രശ്നം? അതിനെന്തിനാ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരേക്ക് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? നീ വാ, നമുക്ക് ഒരുമിച്ച് കണ്ട് ഇതങ്ങ് സെറ്റിൽ ചെയ്യാം. ഇതിലൂടെ നീ എൻ്റെ അടുത്തേക്ക് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ നീ ചെയ്തതിന്റെ ഫലമാണ്. ശരി, ഇതൊക്കെ ശരിയാക്കാൻ നിനക്ക് ഞാനൊരു ചാൻസ് തരാം എന്ന് യോഹാൻ പറഞ്ഞ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തേജുങ് ഇവനെ കുടുക്കിയ ആ ഒരു ടണലുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. തേജുങ്ങിനെ കുടിക്കുന്നതിന് മുന്നേ ഒരു ഫോണ് ടണലിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ. അതേ ടണല് കഴിഞ്ഞ പ്രാവശ്യം അറിയാതെ വന്നു, ഇപ്രാവശ്യം അറിഞ്ഞുകൊണ്ട് വരുന്നു. അവിടെയുള്ള ക്യാമറ വെച്ച് ഇതൊക്കെ യോഹാൻ കാണുന്നുണ്ട്. തേജുങ്ങിന്റെ കൂടെ ഫോണില് കണക്റ്റിലുമാണ്. തേജുങ്ങിനെ ഇപ്പൊ യോൺഷിക്കിനെ രക്ഷിക്കണല്ലോ. അങ്ങനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് തന്നെ കുറ്റം ഏറ്റെടുക്കാനാണ് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തന്റെ കൂടെ കൂടാൻ. യോഹാന്റെ കൂടെ കൂടാണെങ്കിൽ യോൺഷിക്കൻ രക്ഷപ്പെടും, തേജുങ്ങൻ രക്ഷപ്പെടും. വേറെ ആരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കും. ഈ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പെട്ടീൻ്റെ ഉള്ളിൽ ഒരു ബ്ലാങ്ക് ചെക്ക് ഉണ്ട്, അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവന് തന്നെ യോൺഷിക്കനെ രക്ഷിക്കാം. അസംബ്ലിമാനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അതും എടുത്ത് ഇവനാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാം. വളവളാന്ന് പ്രാന്ത് പിടിപ്പിക്കുന്ന കണക്ക് എന്തൊക്കെയൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. തേജുങ് അവിടുന്ന് പോകുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷെ യോഹാന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം എന്താണ് തേജുങ് തീരുമാനിച്ചത് എന്ന്. തേജുങ് കത്തിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെയല്ലേ അവൻ്റെ അടുത്ത് പറഞ്ഞത്. തേജുങ് പറഞ്ഞാൽ കേൾക്കാണ്ട് തൻ്റെ വഴിക്ക് വരാത്തതിന് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് അലറിയൊക്കെ വിളിക്കുന്നുണ്ട്. യോഹാനെ ടെമ്പർ ലൂസ് ആവുന്നത് വളരെ 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 വിരളമാണ്. ഇവിടെ ജയിലിലിരിക്കുന്ന യോൺഷിക്ക് ഭയങ്കര വിഷമത്തില് മോളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവളുടെ കൂടെ പണ്ട് ചെറുപ്പത്തില് വീഡിയോ എടുത്ത് ഒരുമിച്ച് കൂടെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വൈഫിനെ കൊന്നുവന്ന പേരില് ജയിലിൽ വന്ന സമയത്തും യൂൻബി കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് എന്തിലോ ജയിച്ച് അവാർഡൊക്കെ കിട്ടി അത് അച്ഛനെ ഹാപ്പി ആയിട്ട് കൊണ്ടേ കാണിക്കുമ്പം അവളുടെ ശരീരത്ത് ഒരുപാട് മുറിപ്പാടുള്ളതായിട്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിന് അച്ഛനൊരു ലൂസർ ആണെന്ന് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയതാണ്. യോൺഷിക്ക് ജയിലിൽ പോയതിന്റെ പേരിലാണ് അവള് സ്കൂളിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുമ്പം മനസ്സെ കല്ലാക്കിയിട്ട് അവളുടെ അടുത്ത് ഇനി അച്ഛനെ കാണാൻ വരണ്ടാന്നും, അച്ഛൻ ഇവിടെ പണം ഉണ്ടാക്കാൻ പോവാണ്, അതിൽ ഫോക്കസ് ചെയ്യണം, അതുകൊണ്ട് നീ എന്നെ ഇനി കാണാനേ വരണ്ട, ഇനി മുതല് ഞാൻ നിന്റെ അച്ഛനുമല്ല എന്നൊക്കെ ഹാഷായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേട്ട് കുഞ്ഞി യൂൻബി കരയുമ്പം അപ്പോഴും അച്ഛാന്ന് വിളിച്ചിട്ടാണ് കരയുന്നത്. എന്നെ അച്ഛാന്ന് വിളിക്കരുത്, ഇനി ഞാൻ നിന്റെ അച്ഛനല്ല എന്നും പറഞ്ഞ് ഒച്ച എടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അച്ഛനെ കൊന്നത് അമ്മയാണ് എന്നുള്ള ദേഷ്യമൊന്നും യൂൻബിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഹാഷായിട്ട് സംസാരിച്ചതും അവളും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവളുടെ കഷ്ടം മനസ്സിലാക്കിയിട്ടാണ് യോൺഷിക്കോ അത് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് യോൺഷിക്ക് ജയിലിൽ നിന്ന് പുറത്തു വന്നായിരുന്നല്ലോ. നേരെ വരുന്നത് ഇവരുടെ കടയിലേക്കാണ്. അവിടെ പുറത്ത് തന്നെ നന്നാക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്. അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂൻബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾക്ക് അച്ഛനെ കാണുമ്പോൾ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേപോലെയാണ്. യൂൻബി എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴേക്കും ഓ നമ്മൾ തമ്മിൽ അറിയത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അച്ഛൻ്റെ സാധനമൊക്കെ അവിടെ കാണുന്നത്. അച്ഛൻ എവിടെയും പോകാനില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് നോക്കിയിട്ട് ഈ കാര്യം ചോദിക്കുമ്പം തപ്പിക്കളിക്കുവാണ്. മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീടാണ്, ഇവിടെ തന്നെ നിന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പം യോൺഷിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് മാക്സിമം എങ്ങനെയെങ്കിലും നല്ലതായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനെ താൻ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ല വേണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് പോവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവള് പുറകെ വന്നിട്ട് നിങ്ങളടുത്തല്ലേ പറഞ്ഞത്, കേൾക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിൽ കൂടുതലും ദേഷ്യത്തിൽ പറയാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടാണ് ബാക്കി പറയുന്നത്. മാസാമാസം റെന്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവണം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാവണം എന്നും പറഞ്ഞ് പോകുമ്പം ആ ശരി ശരി ഇത് നിങ്ങളുടെ വീടാണ്, ഞാൻ പൈസ തന്നോളാന്ന് അച്ഛൻ.
അച്ഛൻ വിങ്ങിപ്പൊട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ മോള് കരഞ്ഞോണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് മാത്രല്ല ബൂസാനില് തേജു ഇങ്ങനെ രക്ഷിച്ചതിന് ശേഷം യൂൻബിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നല്ലോ നിന്നത്. രാത്രി യൂൻബിയും ഫ്രണ്ടും കൂടെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. യൂൻബി ചുമ്മാ അച്ഛൻ്റെ അടുത്ത് കടുകടുന്ന് ഇരിക്കുന്നതാണ്. പക്ഷെ അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് അച്ഛനെ മിസ് ചെയ്യുന്നതായിട്ടൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ യൂൻഷിക്ക് അവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കാറുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ യൂൻഷിക്കും കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ടിരുന്ന കരയുന്നുണ്ട്. അടുത്ത ദിവസം വക്കീലിന്റെ കൂടെ യൂൻബി അച്ഛനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവള് ഭയങ്കരമായിട്ട് ശടിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ 10 മിനിറ്റേ സംസാരിക്കാനുള്ള സമയമുള്ളൂ എന്ന് പറഞ്ഞ് വക്കീല് പുറത്തു പോയി നിൽക്കുമ്പം അച്ഛൻ കഴിച്ചോ, ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എല്ലാരെയും കൊന്നുകളയാന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് യൂൻഷിക്ക് അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ അച്ഛൻ എന്ത് തന്നെ സംഭവിച്ചാലും അവൾ ഇതിലൊന്നും ഇടപെടരുതെന്നും ഇതിനൊക്കെ വിട്ടു നിൽക്കണമെന്നും. അപ്പോഴേക്കും സമയം കഴിഞ്ഞുകൊണ്ട് പണം എവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്ത് അവിടുന്ന് പോവാണ്. അച്ഛൻ നിങ്ങൾ എന്താ ഈ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം ജസ്റ്റ് ഒന്ന് നോക്കുന്ന മാത്രമേ ഉള്ളൂ, എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ദിവസം യോൺഷിക്ക് കുറ്റസമ്മതം നടത്തിയെന്നുള്ള ന്യൂസ് കണ്ടിട്ട് ഗാർഡ് ആകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. ഇത് കാണുന്ന യോഹാന് ഭയങ്കര സന്തോഷം. ഇവിടെ യോൺഷിക്കിന്റെ അടുത്ത് ഒന്നുകൂടെ ചോദ്യം ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അത് ചെയ്തത് എന്ന്. നിങ്ങളുടെ അടുത്ത് തന്നെ എവിഡൻസ് ഇല്ലേ, പിന്നെ എന്തിന് ഇത്രയ്ക്കൊക്കെ ചോദിക്കുന്നത്, ഞാൻ തന്നെ അത് ചെയ്തതെന്നാണ് യോൺഷിക്ക് പറയുന്നത്. എല്ലാ എവിഡൻസും പെർഫെക്റ്റ് ആയിട്ട് യോഹാൻ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി സമ്മതിച്ചാൽ മാത്രം മതിയല്ലോ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഡിറ്റക്റ്റീവ്സ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഡിറ്റക്റ്റീവ് അത് മതി എന്ന് പറയുന്നു. ഗാർഡ് പുറകെ വന്നിട്ട് യൂൺഷിക്ക് അത് കള്ളം പറയാണ്, അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും നോക്ക് അയാൾ എന്നെ കൺഫ്യൂസ് ചെയ്തു, നീ വെറുതെ തിയറി ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വിട്ടേക്ക്, ഇത് ജസ്റ്റ് തിയറി അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയുന്നതാണ് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എങ്ങനെ കാര്യം ഉണ്ടാവും, പുള്ളി ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമല്ലേ. ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അവസാനം നീ ജസ്റ്റ് യൂസ്ലെസ് ആയിട്ടുള്ളൊരു പ്രിസൺ ഗാർഡ് മാത്രമാണ് എന്നും പറഞ്ഞാണ് ഡിറ്റക്റ്റീവ് കടന്നു പോകുന്നത്. രാത്രി പോലീസ് സ്റ്റേഷനിൽ ശരിക്കും അസംബ്ലിമാനെ കൊന്നത് ഇവിടെയുള്ള ആളല്ല വേറൊരാളാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്, ശരിക്കുമുള്ള കൾപ്രിറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോലീസ് സ്റ്റേഷൻ മൊത്തം പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. കാണുന്ന ഡിറ്റക്റ്റീവ് വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കത്തിയായിട്ട് നിൽക്കുന്ന തേജു ഇങ്ങനെയാണ് കാണുന്നത്. അത്രത്തോളം ഗാർഡ്സ് ചുറ്റും നിൽക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവിന് ഭയങ്കര സന്തോഷം. അവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഡിറ്റക്റ്റീവ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു പുല്ലിന്റെ മതിപ്പോലും കൊടുക്കാതെ തേജുവും അകത്ത് പോകുന്നുണ്ട്. കാൽപ്രിറ്റ് എന്നെ എവിഡൻസ് ആയിട്ട് വന്നു എന്ന് പറയുമ്പം പിന്നെ യോൺഷിക്കിനകത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ യോൺഷിക്കിനെ പുറത്തു വിടുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന സമയം ആശ്വാസത്തിലാണ് വരുന്നത്. പക്ഷെ അത് തേജുവിനെ കാണുന്നവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോക്കായ യോൺഷിക്ക് അവനെ നോക്കുന്നുണ്ടെങ്കിലും അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ പോവാണ്. യോൺഷിക്ക് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. പക്ഷെ ഗാർഡ്സ് അവനെ പിടിച്ചു നോക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും. യൂൻബി അച്ഛനും ഒരുമിച്ച് കളിച്ച സമയത്ത് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് യൂൻബി കണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഫീൽ ചെയ്തിരിക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യോൺഷിക്ക് വരുന്നത്. കണ്ടവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാശ്വാസം. അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി നല്ല ദേഷ്യത്തില് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, പോ, നിങ്ങൾക്ക് അവിടെയല്ലേ ഇഷ്ടം, അങ്ങോട്ട് തന്നെ പോ, എന്തിനാ പുറത്തേക്ക് വന്നത്, പോ, കൺഫ്യൂസ് ചെയ്തതല്ലേ, ചെയ്യാത്ത കുറ്റത്തിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിച്ച് കരഞ്ഞ് ആ വിഷമവും അച്ഛൻ പുറത്തേക്ക് വന്ന സന്തോഷവും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് കരഞ്ഞ് കാണിക്കുന്നുണ്ട്. അച്ഛനും പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവളെ വിട്ട് പോകത്തില്ല എന്ന്. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുന്ന കാണുമ്പം നമുക്ക് തന്നെ മനസ്സിനൊരു വേദന വരും. ഇവിടെ ഡിറ്റക്റ്റീവിനെ ഷോക്കല്ലേ, സ്ക്രിപ്റ്റിലേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ യോഹാനെ വിളിച്ച് സംസാരിക്കുമ്പം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ കട്ട് ചെയ്തിട്ട് വന്നു. എങ്ങനെയാ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും തൻ്റെ കാര്യം തീർന്നു എന്ന് മാത്രം ഡിറ്റക്റ്റീവിനെ മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് യോഹാൻ എന്തോ അച്ഛൻ്റെ വീട് കണക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നതാണ്. അവിടെയുള്ള പോലീസുകാരൊക്കെ പുറത്തിറങ്ങി പോന്നു. തേജുങ്ങിന്റെ അടുത്ത് വന്ന് എന്തിനാ നീ ഇത് ചെയ്തത്, നിനക്ക് ഞാൻ അത്രയും നല്ലൊരു ചോയ്സ് തന്നതല്ലേ, സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടേല് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ യോൺഷിക്ക് സ്വന്തമായിട്ട് തന്നെ ആത്മഹത്യ ചെയ്യൂലായിരുന്നോ, ഇപ്പൊ കൊലക്കയറ് നിനക്കാണ് കിട്ടാൻ പോകുന്നത്. തേജുവാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. യോഹനാണെങ്കിൽ നല്ല പ്രാന്ത് വരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല എന്ന് ഒച്ചയെടുക്കുമ്പോൾ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, നീ തെറ്റായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതിന്റെ ആൻസർ ആയിരുന്നതിനെ കാര്യമില്ല. ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിരുന്നു, ആരാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാ ചെയ്തത് എന്നൊക്കെ. പക്ഷെ നിന്നെ കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നത് നീ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കുട്ടി മാത്രമാണ് എന്ന് സ്ട്രെയിറ്റ് ഫേസ് വെച്ച് പറയുമ്പം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെ എടുത്തല്ലേ, എന്താ വെച്ചാ ചെയ്യ്, ചാവുവാണേ ചാവ് എന്നും പറഞ്ഞ് ഒരുമാതിരി കൊതുകുത്തി പോകുന്ന യോഹൻ പുറത്ത് വന്നിട്ട് നമ്മുടെ ജയിൽ വാർഡനെ വിളിച്ച് ജയിൽ ചാടിപ്പോയ കുറ്റവാളികളെ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നു. ആദ്യം അവര് വന്നതിന് ശേഷം ഒന്ന് വിചാരണ നടത്തും, നോക്കിയിട്ട് ശിക്ഷ കൊടുക്കും. പക്ഷെ ഓൾറെഡി ഈ ജീവപര്യന്തം കിട്ടിയ ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ.
ഓ ആണല്ലേ, എന്നാ പിന്നെ അവരെ അങ്ങ് കൊന്നേക്ക്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ കാര്യം നടന്നിരിക്കണം എന്നും പറഞ്ഞ് യോഹാൻ കോൾ കട്ട് ചെയ്തിട്ട് അങ്ങ് പോവാണ്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ചെടികാടാണ് തേജു ഇങ്ങനെ കൂട്ടാൻ വേണ്ടി വരുന്നത്. ഒപ്പിട്ടിട്ട് വേണല്ലോ കൂട്ടിയിട്ട് പോവാൻ. ഡിറ്റക്റ്റീവ് പേന കൊടുക്കുന്ന സമയം ഞാൻ ഷെഡ്യൂൾ ചെയ്തതിനെക്കാട്ടും മുന്നേ നീ വന്നല്ലോ, അവനെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നു എന്ന് ഡിറ്റക്റ്റീവ്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജയിലിൽ വന്ന് വിസിറ്റിങ്ങിനെ കണ്ട് ചോദ്യം ചെയ്യാം. ഞാൻ വെറും ഒരു പ്രസം കാർഡല്ലേ, എനിക്ക് പ്രൊസീജിയറിനനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. പ്രതികാരം വീട്ടുവാണോ രമണ എന്ന് ചോദിക്കുന്നതിന് അയ്യോ നമ്മൾ അതിനൊക്കെ ആരാണെന്നും പറഞ്ഞ് തേജു ഇങ്ങനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തേജു ഇങ്ങനെ അടുത്ത് ഒരുമാതിരി സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക്, നീ കാരണമാണ് ജയിലില് കൂടുതൽ സെക്യൂരിറ്റി ക്യാമറാസ് അത് ഇത് എന്ന് പറഞ്ഞൊക്കെ ഫിറ്റ് ആക്കിയത്, അതിനൊക്കെ നിനക്ക് വേണം നന്ദി പറയാൻ. പക്ഷെ അതൊന്നല്ല ഗാർഡിനെ സംസാരിക്കേണ്ടത്. നീ എന്തിനാ ലോക്കറിൽ എനിക്ക് വേണ്ടി ആ തെളിവൊക്കെ വെച്ചത് എന്ന് ചോദിക്കുന്നതിന് അതാണ് തെളിവിലേക്ക് എത്താനുള്ള കോറായിട്ടുള്ള സാധനം. ആ ജയിലിൽ എനിക്ക് വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല, നിങ്ങളെ മാത്രമേ എനിക്ക് അങ്ങനെ കണ്ടുള്ളൂ. ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ഞാൻ വല്ല അതെടുത്ത് എറിഞ്ഞിരുന്നെങ്കിലോ. കോമഡി പറയല്ലേ സാറ്, നിങ്ങൾക്ക് ഒരു ചീത്തയായിപ്പോയ ചെടീനെ പോലും എടുത്ത് കളയാൻ പറ്റില്ല. നീ തന്നെ വന്ന് സറണ്ടർ ചെയ്താന്ന് ഞാൻ കേട്ടായിരുന്നു. എല്ലാം ഗിവപ്പ് ചെയ്തോ എന്ന് ചോദിക്കുമ്പം അറിയത്തില്ല, പക്ഷെ ഓടി മടുത്തു. എന്ത് തന്നെയായാലും റിഗ്രറ്റ് ഇല്ല, അദ്ദേഹത്തെ സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്. യാ മോനെ, അപ്പോഴായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ എനിക്ക് നിന്നെ മനസ്സിലാവാറുമില്ല, ഇനിയോട്ട് മനസ്സിലാവാനും പോകുന്നില്ല. ഡ്രൈവറിന്റെ അടുത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നും പറഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തിക്കുന്നുണ്ട്. ഡ്രൈവർക്ക് ബാത്റൂമിൽ പോകണം, അതുകൊണ്ട് അർജന്റായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ചെടികാട് നേരെ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്ന് ആ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ഗാർഡിനെ കൂട്ടാതെ തേജു ഇങ്ങനെ മാത്രം കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. തേജു ഇങ്ങനെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്, ഇങ്ങനെ എന്താ ചെയ്യുന്നേന്ന്. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവന്റെ ഹാൻഡ് കഫ് എടുത്തു വിട്ട് ഇവിടുന്ന് പൊക്കോളാൻ പറയുവാണ്. തേജു ഇങ്ങനെ ഷോക്ക്, അവനെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവിടുന്ന് നേരെ അപ്പുറത്തെ സൈഡ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ഒരു വാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് നിനക്ക് വേണ്ടി ഇത് കൂടുതൽ ചെയ്യണമെന്നുണ്ട്, ശരിക്കും എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ശരിക്കുള്ള പവർ എനിക്കില്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രിസൺ ഗാർഡ് മാത്രമല്ലേ. ഇതാണ് എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ചെല്ല് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സൊക്കെ എന്തൊരു ബാഡ് ആണെന്ന് ആലോചിക്കണം. മറ്റേ ചോട്ടാ മുംബൈയിൽ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വെടിവെച്ച് കൊല്ലാൻ നോക്കുമല്ലോ, ഞാൻ ആ സീനൊക്കെ ആലോചിച്ചു പോയി. പക്ഷെ നമ്മുടെ ചെടികാട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. തേജുവിൻ്റെ അടുത്ത് അടുത്ത പ്രാവശ്യം കാണുമ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പുള്ളിയാണ് ആദ്യം കാറി കയറി അവിടുന്ന് പോകുന്നത്. സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ പുള്ളീനെ വിശ്വസിച്ചത്. എന്തൊരു ദുഷ്ട മനസ്സാണല്ലേ പാവം കാട്. ഈവൻ അവിടുന്ന് പോകുന്ന സമയത്ത് പോലും തേജു ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ പുള്ളിക്ക് എന്നെ മനസ്സിലാവുന്നില്ല താൻ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ജോലി തന്നെ പോകുന്ന കാര്യമല്ലേ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേജുങ്ങ വിളിച്ചിട്ട് താൻ ഇന്നസെന്റ് ആണെന്നും ശരിക്കുള്ള കൾപ്രിറ്റിനെ പിടിക്കാൻ പോവാണെന്നും പറഞ്ഞ അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ലോക്കറിൽ പോയി എവിഡൻസ് എടുത്തിട്ട് അത് വെച്ചിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ലോയർ മരിക്കുന്നതിന് മുന്നേ ലോയറിൻ്റെ അടുത്ത് സംസാരിച്ച് തേജുങ്ങ റെക്കോർഡ് ചെയ്തില്ലേ, ആ ലേഡീൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണല്ലോ തേജുങ്ങ അവരെ പോയി രക്ഷിക്കുകയൊക്കെ ചെയ്തത്. ആ ഒരു കാര്യമൊക്കെ ഉണ്ട്, പിന്നെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് കേട്ട് വാർഡന്റെ അടുത്ത് പറയാൻ പോകുന്ന സമയത്താണ് വാർഡൻ അവിടെ അകത്ത് യോഹാന്റെ അടുത്ത് തേജു ഇങ്ങനെ കൊല്ലുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും ഇവിടെയുള്ളവർ പോലും മോശക്കാരാണെന്നും. അതുകൊണ്ടാണ് തേജു ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത്. ചെടികാട് പറഞ്ഞതുപോലെ തേജുങ്ങ അപ്പുറത്ത് പോയി നോക്കുന്നുണ്ട്, അവിടെയുള്ളത് നമ്മുടെ ആൾക്കാരാണ്. എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അത്രത്തോളം ഹാപ്പി. ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു സീന്. ജയിലിലേക്ക് തേജു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണല്ലോ അവനെ വാർഡനെ കൊല്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് വാർഡൻ ആവലായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരുന്നത് ചെടികാട് മാത്രമാണ്. ഇതെന്താ ഇവനിങ്ങനെ ഒറ്റയ്ക്കെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചെടികാട് അകത്തേക്ക് വരുന്നുണ്ട്. നീ എന്താണ് ഒറ്റയ്ക്ക് വന്നത് എന്നും പറഞ്ഞ് തേജുങ്ങിന്റെ നമ്പർ പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പം സോറി സാർ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് വാതിലൊക്കെ നന്നായിട്ട് പൂട്ടി. ഞാൻ ചെറുതായിട്ട് പ്ലാനിലൊരു ചേഞ്ച് ആക്കിയതാണ് സാർ. അതെങ്ങനെയാ നീ അങ്ങനെ ചെയ്യാന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്, നിനക്ക് ഡിസിപ്ലിൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ചള്ളക്കി ഒറ്റോറിന് അങ്ങ് കൊടുക്കും. നമുക്കായിക്കോട്ടെ ചെടികാരനായിക്കോട്ടെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. എന്നെ നിനക്ക് ഡിസിപ്ലിൻ ചെയ്യണം അല്ലേ. ഇന്റേണൽ അഫയേഴ്സിലേക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. നിനക്ക് പൈസ മേടിച്ച് ഒരാളെ കൊല്ലണം അല്ലേ. പുള്ളി അവിടെ കിടന്ന് ഒച്ചയെടുക്കുമ്പോഴേക്കും വായടച്ച് മിണ്ടാതിരുന്നോണം എന്ന് ഭയങ്കര മാസമായിട്ട് നിൽക്കുന്ന ചെടികാട്. ഇവിടെ ഇപ്പുറത്ത് യോഹാന്റെ മറ്റേ സ്കൾപ്ചറിന്റെ ഓപ്ഷൻ നടക്കുന്ന ദിവസമാണ്. 100ാമത്തെ ശിലയൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും തന്നെ റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു. 100ഓളം ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. എന്താ അർലേലിയോ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അർലേലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഇത് ചെയ്തതെന്നാണ് പുറലോകത്ത് അറിയപ്പെടുന്നത്. അതും വളരെ ഫേമസ് ആണ് താനും. ഈ ഓപ്ഷൻ നടക്കുന്നിടത്ത് വെച്ച് താനാണ് അത് എന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഹാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ടീം ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നുണ്ട്. തേജും ഉണ്ടാക്കിയ ആ ഒരു ഗണ്ണുണ്ടല്ലോ ആണി വരുന്നത്, അതടക്കമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ ഓപ്ഷൻ നടക്കുവാണ്. വലുതായിട്ട് എന്തോ നടത്താൻ നിൽക്കുന്ന തേജുവിനെയും യോഹാനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.